നമ്മളത് മുസ്ലിമാൻ, നമ്മളത് ജീവിച്ചിരിക്കുമ്പോ ഓതേണ്ടതല്ലേ? അല്ലേ? നമ്മൾ മരിച്ച സമയത്ത് മരിച്ചതിന് ശേഷം മറ്റൊരാൾ നമുക്ക് വേണ്ടി ഓതേണ്ടത് മാത്രമല്ലല്ലോ, ആ ഓതുന്നതിന് പ്രതിഫലമുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ വേറൊന്നും കരുതണ്ട, ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത കാലാണ്. കാരണം പകുതി കട്ട് ചെയ്ത് യൂട്യൂബില് പിന്നെ ഫേസ്ബുക്കില് ഇത് മരിച്ചതിന് ശേഷം ഓതിയാൽ പ്രതിഫലമുണ്ട്. ഒരു മരണപ്പെട്ട ആൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കർമ്മമാണ് ഖുർആൻ ഓതൽ. പക്ഷേ അപ്പോഴും മരിച്ചു കിടക്കുന്ന നമ്മുടെ ഭാഗത്ത് വന്ന് നമ്മുടെ മക്കൾ ഓതുന്നത് എന്താ? വാപ്പാ ലിയുൻദിറ മൻ കാന ഹയ്യാ, ലിയുൻദിറ മൻ കാന ഹയ്യാ. മരിച്ചു കിടക്കുന്ന വാപ്പാടെ ചാരത്ത് വന്നിട്ട് മക്കൾ ഖുർആൻ ഓതുമ്പോ ആ മക്കൾ ഓതുന്ന വാപ്പേതെന്നറിയോ? വാപ്പാ ലിയുൻദിറ മൻ കാന ഹയ്യാ. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു തന്നതാണ് വാപ്പാ. ആരാണ് പാരായണം ചെയ്യുന്നത് മരിച്ചു കിടക്കുമ്പോൾ നമ്മോട് പറയുന്നത്? കാരണം യാസീനിന്റെ പ്രത്യേകത ഏതാ? ഞാനിത് പറയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയൊരു മനുഷ്യന് മരണത്തിന് ശേഷം ഓതാ കദിയ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ. ഇല്ലകിനു മൗതാകും സൂറത്ത് യാസീൻ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതി ഹദിയ ചെയ്യണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനൊന്ന് ചോദിക്കട്ടെ, യാസീന്റെ ഇതിവൃത്തം ഏതാ? മരിച്ചു കിടക്കുന്ന ആളോട് യാസീൻ ഓതി കൊടുക്കുമ്പോ ആ യാസീനോട് പറയുന്നത് ഖബറിനെ കുറിച്ചല്ലല്ലോ, അവിടെ പറയുന്നത് ഹിസാബിനെ കുറിച്ചല്ലല്ലോ, അവിടെ പറയുന്നത് മീസാനിനെ കുറിച്ച് എത്രയോ കഴിഞ്ഞിട്ടാ പറയുക. ആ മരിച്ചു കിടക്കുന്നവന്റെ മുമ്പിൽ നമ്മൾ ഓതുന്നത് ഏതെന്നറിയുമോ? വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ റുജൂനിൽ ഖദീം ലശംസു യംബഗി ലൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലു ഫീ ഫലകി യസ്ബഹൂൻ. നമ്മൾ പറയുകയാണ് വൽഖമറ ഖദ്ദർനാഹു മനാസില. ഈ ചന്ദ്ര നക്ഷത്രാദികൾക്ക് അല്ലാഹു കൃത്യമായൊരു ഭ്രമണപഥം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കലും സൂര്യൻ പോയി ചന്ദ്രനെ മറികടക്കാറില്ല. രാത്രി പകലിനെ മുൻകടന്നു പോവാറില്ല. ആരോടാണ് പറയുന്നത്? മരിച്ചു കിടക്കുന്നവനോടാണ് പറയുന്നത്. രാത്രി പകലിനെ കടന്നു പോവില്ല. പകല് വരേണ്ട സമയത്ത് രാത്രി വരില്ലടാ, രാത്രി വരേണ്ട സമയത്ത് പകല് വരില്ല മോനെ. മരിച്ചു കിടക്കുന്നവൻ ഇനി എന്ത് പകൽ വെളിച്ചമാണ്? അവന്റെ വെളിച്ചം എന്നേക്കും അണഞ്ഞു പോയല്ലോ, അവന്റെ കണ്ണുകൾ തിരുമ്മി അടക്കപ്പെട്ടല്ലോ, അവൻ വെളിച്ചമില്ലാത്ത ലോകത്തേക്ക് അവന്റെ ദേഹം വിട്ട് ദേഹി പറന്നു പോയല്ലോ. ഇനി അവനോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അവനോട് പറയുകയാണ്, മോനെ യാസീന്റെ ഇതിവൃത്തമേതെന്നറിയോ? എന്തിനാണ് യാസീനിലും മരിച്ചവന് വേണ്ടി ഓതുന്ന യാസീനില് അല്ലാഹു സ്വർഗത്ത് അല്ലാഹു ഈ സൂര്യനക്ഷത്രാദി ഗോളത്തെ കുറിച്ച് പറയുന്നതേതെന്നറിയോ? മോനെ, സൂര്യനെ പടയ്ക്കാൻ കഴിവുള്ള റബ്ബിന്, ചന്ദ്രനെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബിന്, ഈ ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കാനും പടിഞ്ഞാറസ്തമിക്കാനും കഴിയുന്ന ഈ അല്ലാഹുവിന് നിനക്ക് വേണ്ടി ഒരു സ്വർഗം പണിയാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. നിനക്ക് വേണ്ടി ഒരു നരകമൊരുക്കാൻ അല്ലാഹുവിന് പ്രയാസമില്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥമേതെന്നറിയോ? മാറി നിൽക്കടാ തമ്മാടി. വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അതിക്രമം കാണിച്ചവനെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ പരമപ്രധാനമായ ചില സത്യങ്ങൾ പറഞ്ഞ് ഏകനായ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞിട്ട് ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയാത്തവനെ, ഈ ഖുർആൻ പഠിക്കാൻ കഴിയാത്തവനെ, മാറി നിൽക്കടാ
തെമ്മാടി എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ 6 അടി മണ്ണിലെ കടക്കം തേരും മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആനിനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അതിന്റെ അർത്ഥസഹിതം ഒന്ന് വായിച്ചറിയാൻ അർത്ഥത്തിന്റെ അഗാധ തലങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ നിങ്ങൾ പരിശ്രമിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അർത്ഥമറിയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിലും സഹോദരാ, ഖുർആനിന്റെ അഗാധങ്ങളിലോട്ട് കടന്നു ചെന്നാൽ അർത്ഥമറിയില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ കൂരമ്പുകൾ പോലെ തുളച്ചു കയറുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്കുകളെ കഴുകി വൃത്തിയാക്കി വിമലീകരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അർത്ഥമറിയണമെന്ന് തന്നെ ഇല്ല. അർത്ഥമറിയാത്തവനെ പോലും കരയിപ്പിച്ച അത്ഭുത ഗ്രന്ഥമാണ് ഖുർആൻ. നജ്ജാശി, ക്രൈസ്തവനായ നജ്ജാശി രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ കടന്നു ചെല്ലുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ആട്ടിയോടിക്കണം, എത്തോപ്യയിൽ നിന്ന് ആട്ടിയോടിക്കണമെന്ന ആവശ്യവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ തല കൊയ്യാൻ കാത്തിരുന്ന അബൂ സുഫിയാൻ നജ്ജാശി എന്ന ക്രൈസ്തവ രാജാവിന്റെ മുമ്പിലെത്തവേ അവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നജ്ജാശി ചോദിച്ചു അബൂ സുഫിയാനോട്, അബൂ സുഫിയാൻ, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഇന്നലകളുടെ പ്രമാണങ്ങളെ തള്ളിപ്പറയാനും നമ്മുടെ ഇന്നലകളുടെ നാട്ടാധാരങ്ങളെ തള്ളിപ്പറഞ്ഞ ആളാണ് മുഹമ്മദ്. അവനൊരു പുതിയ വേദഗ്രന്ഥം ഖുർആനുമായി വന്നിട്ടുണ്ട്. നജ്ജാശി ചോദിച്ചു, ഖുർആനോ? അതെ, ഖുർആൻ എന്നാണ് അതിന് പേര് പറയുക. ആ ഖുർആനിൽ നിന്നൊരു അല്പഭാഗം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ? ശ്രദ്ധിച്ച് കേൾക്കണം. ആർജവത്തോടെ മുസ്ലിം എന്ന് പറയുന്നവർ നജ്ജാശി എന്ന ക്രൈസ്തവ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാനിന്റെ പ്രതിബന്ധപ്രകാരം മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആ ഖുർആൻ ഒന്ന് പരിചയപ്പെടുത്തിയത്രേ. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല പാരായണം ചെയ്തത് ഏതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. പൂർണ്ണ അർത്ഥമില്ലാത്ത 5 അക്ഷരങ്ങൾ. അറബി ഭാഷയിൽ അതേവരെ അവരെ സംസാരിച്ചു കൊണ്ടിരുന്ന 5 അക്ഷരങ്ങൾ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അർത്ഥം എന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത 5 അക്ഷരങ്ങളിലൂടെ ജഅഫർ റളിയല്ലാഹു തആല എന്ന നാവിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടപ്പോ ഇത് കേട്ട ക്രൈസ്തവ രാജാവായ നജ്ജാശിയുടെയും തൗറാത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള 100 കണക്കിന് പണ്ഡിതന്മാര് പരന്നിരിക്കുന്ന ആ രാജസദസ്സിൽ ഈ ശബ്ദം കേട്ടപ്പോ നജ്ജാശിയുടെ കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഏത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണ്? അർത്ഥമറിയാത്ത 5 അക്ഷരങ്ങൾ കേട്ടപ്പോൾ തന്നെ ക്രൈസ്തവ രാജാവായ നജ്ജാശിയുടെ കവിൾ തടത്തിന്റെ ഓരങ്ങളിൽ കണ്ണുനീര് തുള്ളികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരാണ് മഹിലൻ ഹദാകല്ലദീ അഅതാക നാഫിലത്തുൽ ഖുർആനി ഫീഹി മവാഇലു വതഫ്സീലു ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. നമ്മുടെ പഴയകാല വാദനക്ക് ഇങ്ങനെ എല്ലാ കാരണവന്മാരും ഉറക്കപ്പാടും. ഇപ്പം മൗലായ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പറയും എയർടെല്ലിന്റെ ട്യൂണില്ല. മൗലായ ഒരാട്ടവും പാട്ടവും അതൊന്നും കൽബിലോട്ട് ഇറങ്ങൂല. പാര് നടത്തട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഇപ്പൊ എന്താവട്ടെ ഏതാവട്ടെ, എന്നെ വിമർശിച്ചാൽ എനിക്ക് വല്ലാഹി ഒരു പേടിയില്ല. പക്ഷെ അതൊന്നും ഇമാം ബൂസൂരി റഹിമഹുല്ലാഹുടെ മദ്ഹുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ മദ്ഹ് കൽബിന്റെ ഉള്ളിലോട്ട് ഇറങ്ങൂല. അതൊരു ഒരു ആസ്വാദനമായിരിക്കാം, അത് തൊലിപ്പുറത്ത് നിൽക്കും അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയണോണ്ട് എന്നോട് എന്തെങ്കിലും ഒരു അതൃപ്തി ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോടൊരു അതൃപ്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല.
ഒരു കാര്യം പറയുന്നതിന് ആ പഴയ കാലത്ത് നമ്മൾ അങ്ങനെ തന്നെ പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന വാക്കുകളാണ്. അത് മദ്ഹുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദര സഹോദരി, ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഇരുള് മാറണമെങ്കിൽ ആ ഇരുട്ടിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാവും. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഇരുണ്ടുകൂടിയ ഇരുട്ട്, നമ്മുടെ ഹൃദയത്തിൽ കൂടുകൂടിയ ഇരുട്ട്, നമ്മുടെ ഭാര്യയെ കടന്നു പിടിച്ച് ഇരുട്ട്, ആ ഇരുട്ടൊക്കെ മാറണമെങ്കിൽ അതിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ വെളിച്ചം കൊളുത്തണം. വേണ്ടേ? ആ വെളിച്ചേരാ, ആ വെളിച്ചമാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഖുർആൻ നമ്മുടെ വീടിന്റെ വെളിച്ചമാകും, നമ്മുടെ മനസ്സിന്റെ വെളിച്ചം, നമ്മുടെ വീടിന്റെ വെളിച്ചം, നമ്മുടെ കുടുംബത്തിലെ വെളിച്ചം, നമ്മുടെ കടയിലെ വെളിച്ചം, അത് ഈ ഖുർആന്റെ വെളിച്ചമാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന് ആമീൻ പറ മനുഷ്യന്മാരെ. നമ്മളൊരു ആമീൻ പറയാൻ തന്നെ നമുക്ക് വലിയ പാടാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആ വെളിച്ചത്തിലൂടെ അല്ലാതെ വെളിച്ചം കിട്ടില്ല. ഉമറിന്റെ ഹൃദയം മുഴുവനും ഇരുട്ടായിരുന്നു, അല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പ്രസംഗിച്ച് ഞാൻ നന്നായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. കേട്ടിട്ടില്ല നിങ്ങള്? ഇല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിലേക്ക് യാത്ര ചെയ്ത ഒരു പാലക്കാടുകാരൻ എന്നെ വിളിച്ചോണ്ട്, ഉസ്താദെ ലോറി ഡ്രൈവറാണ്, നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കലാ ജോലി. അതുകൊണ്ട് തന്നെ കയ്യിലില്ലാത്ത ഗുരുത്തക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ലോറി വന്നപ്പോ എന്റെ കൂടെ ഇന്ന് ക്ലീനർ ഉസ്താദിന്റെ ഒരു പ്രസംഗം വെച്ചു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസംഗം. അത് കേട്ട് നന്നായതാ. പിന്നെ ഇപ്പൊ ഉസ്താദെ ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചു, 5 വക്ത് നിസ്കാരമൊക്കെ ഉണ്ട്, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ. ഒരു നാഷണൽ പെർമിറ്റ് ലോറിക്കാരൻ. ഉമറിന്റെ ചരിത്രം കേട്ടാ മാറാത്ത മനസ്സാരുടേതാ. അള്ളാഹു അദ്ദേഹത്തെ അങ്ങനെ നിലനിർത്തി കൊടുക്കട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ. ഒരു മനുഷ്യന്റെ ഹിദായത്തല്ല. ഉസ്താദെ ദുആ ചെയ്യണേന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ ഹക്ക് വീട്ടി. അള്ളാഹു അദ്ദേഹത്തിന് ആ വെളിച്ചം നിലനിർത്തി കൊടുക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിലാണ് ഉമർ. ആ ഉമറിന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ഏതുവരെ? ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിൽ വളർത്തണ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ ഉമർ നന്നാവില്ല എന്ന് എഴുതി തള്ളിയിരുന്നു ആ നാട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ. അപ്പൊ ആ മനുഷ്യനേക്കാൾ വലിയ പോക്കറി ആരെങ്കിലും ഉണ്ടോ? അയാളെക്കാൾ വലിയ തമ്മാടി ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ പോലും പേടിച്ചു മാറിയിരുന്നു. ആരെ കാണുമ്പോ? ഉമറിനെ കാണുമ്പോ. ഉമർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അതിന് സമാനമായ കഥാപാത്രം എന്നെ ലോക ചരിത്രത്തിലില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് സൽസ്വഭാവിയാണ്. മുസ്ലിം ആയതിനു ശേഷം അതിലേക്കാൾ 10 മാറ്റാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പും കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ചൂതാടിയിട്ടില്ല. മുസ്ലിം ആയതിനു ശേഷം ഏറ്റവും മികച്ച വ്യക്തിത്വമായി. പക്ഷെ ഉമർ അങ്ങനെ ആയിരുന്നില്ല റളിയല്ലാഹു അൻഹു. ചെയ്യാത്തത് മാടിത്തരില്ല. അങ്ങനെ ഒരാൾ വരുമ്പോ നമ്മൾ മനസ്സിൽ അതിന് തത്തുല്യമായൊരു കഥാപാത്രം, ഒരു റൊമാൻറ്റിക് ഭാവനക്ക് പോലും. ഇനിയിപ്പോ വിക്ടർ യൂഗോ ഒരു നാടകം എഴുതിയാൽ ആ നാടകത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതാ ഉമർ. എനിക്ക് ചരിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഉമർ. കാരണം ഞാൻ ഹാഫിളായ ഉടനെ ഞാൻ എൻ്റെ പ്രസംഗ ജീവിതം തുടങ്ങുന്നത് ഉമർ റളിയല്ലാഹു തആല ജീവചരിത്രം വായിച്ചിട്ട്. പൊടിപ്പും തങ്ങലും വെച്ച് 18ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് പ്രസംഗിക്കുന്ന ഒന്നാണ് ഉമർ. പക്ഷെ പിന്നീട് പരിചയപ്പെടുമ്പോ എന്റെ ചെറുപ്പക്കാരോട് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉമർ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ല, സ്നേഹമില്ല മനസ്സിൽ. ക്രൂരനായ മനുഷ്യൻ. സ്നേഹം എന്ന് പറയുന്ന വിട്ടുവീഴ്ച, ഉദാരത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അലിവ് പോലും ഉമറിന്റെ ഹൃദയത്തിലില്ല. അതാണ് ഉമർ. ആ ഉമർ മാറിയത് എങ്ങനെയാണ്? ഖുർആന്റെ ഒറ്റ ആയത്ത്. വേറെ മാറാനൊന്നും ഉണ്ടായിട്ടില്ല. ആരാ ഉമർ? രാവിലെ ഉക്കാള ചന്തയിലേക്ക് വരും. ആ ചന്ത തുറക്കുന്നതിന് മുമ്പ് ഫുട്പാത്ത് കച്ചവടക്കാരുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പൊ ചന്ത നടക്കുമ്പോ, ഇവിടെ ചന്ത നടക്കാറില്ലേ? കൊട്ടുകാട അതോ ചവറയാ? കൊട്ടുകാട് ചന്തയുണ്ട്. അപ്പൊ അവിടെ രാവിലെ മാർക്കറ്റ് തുടങ്ങും. അതിന്റെ വെളിയിൽ ഈ വെയിലത്തൊക്കെ നിൽക്കുന്ന ഫുട്പാത്ത് കച്ചവടക്കാരുണ്ടാവും, ഇല്ലേ?
സർവ്വതും എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വിൽക്കുന്ന സർവ്വ ആളുകളും ഫുട്പാത്ത് കച്ചവടക്കാർ. ആ ഫുട്പാത്ത് കച്ചവടക്കാരെ പോലെ ഉക്കാല ചന്തയിൽ കുറെ കച്ചവടക്കാരും. അവർ രാവിലെ നേരം പുലർന്നതേയുള്ളൂ, സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലേക്ക് അടുക്കി വെക്കുകയാണ്. ആ സമയത്താണ് മക്കയിലെ ഏറ്റവും വലിയ അതിപ്രശസ്തനായ ഗുണ്ട അവിടേക്ക് കടന്നു വരുന്നത്. ഖത്താബിന്റെ മകൻ ഉമർ സാധനങ്ങൾ പറക്കി വെക്കാൻ. ആ പറക്കി വെക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എടുക്കടാ 20 ദിർഹം. അയാള് ദയനീയതയോടുകൂടി ഫുട്പാത്ത് കച്ചവടക്കാരൻ ഉമറിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറെ, കച്ചവടം തുടങ്ങിയിട്ടില്ല, ആളുകൾ വരാൻ തുടങ്ങിയിട്ടില്ല, സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നിരത്തി വെക്കാൻ തുടങ്ങിയതേയുള്ളൂ, എന്റെ കയ്യിൽ ഒരു ദിർഹം പോലും ആദ്യത്തെ കൈനീട്ട കച്ചവടം കിട്ടിയിട്ടില്ല. ഉമറെ, നീ പോയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു വന്നാൽ എന്തെങ്കിലും കച്ചവടം നടക്കും. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പൈസ നിനക്ക് ഞാൻ തന്നേക്കാം ഉമറെ എന്ന് ഉമറിന്റെ സ്വഭാവം അറിയാവുന്ന കച്ചവടക്കാരൻ പേടിച്ചു പറച്ച് കൈകുപ്പിയിട്ട് ഉമറിനോട് പറഞ്ഞു. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആയിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഉമറെ, നീ പോയിട്ട് വാ, കൈനീട്ടം പോലും വിറ്റിട്ടില്ല ഉമറെ. നിങ്ങളൊന്ന് ഹൃദയത്തിലേക്ക് ഇറക്കി. ആ ഉമറിന് കൈനീട്ടം പോലും വിറ്റിട്ടില്ല ഉമറെ. ഇവിടത്തേക്ക് ഏത് ഗുണ്ടയാണെങ്കിലും ചിലപ്പോ കത്തി ഒന്ന് മീശലൊക്കെ വരച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും, തന്നില്ലെങ്കിൽ കൊടലി ഞാൻ ഊരിയെടുക്കും. അല്ലേ? നമ്മുടെ നാട്ടിലെ കുറച്ച് പേടിപ്പെടുത്തുന്ന ആളുകൾ, കുറച്ച് വീരവാദം പറഞ്ഞ ആളുകൾ അങ്ങനെയല്ലേ പറയാ? നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒന്നും നിങ്ങൾക്ക് പരിചയമില്ല, നിങ്ങൾ വല്ലാത്ത മുത്തക്കിങ്ങളാണല്ലേ, ഇതൊന്നും കേട്ടിട്ട് ഒരു പരിചയവും നിങ്ങൾക്ക് ഇല്ലാത്ത മാതിരി. യഥാർത്ഥത്തിൽ ഒരാൾ ഏറ്റവും അതിക്രൂരനും അങ്ങനെയല്ലേ പറയൂ. ഉമറിനോട് കൈയാദിച്ചിട്ട് പറഞ്ഞു, ഉമറെ, ആദ്യത്തെ കൈനീട്ടം പോലും വെച്ചിട്ടില്ല, നീ പോയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വാ ഉമറെ. ഉമർ എന്ത് ചെയ്തെന്നറിയോ? അരയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാള് വലിച്ചൂരി ആ കച്ചവടക്കാരന്റെ കഴുത്തിലെ കാഞ്ഞുവെട്ടി. അയാളുടെ ശിരസറ്റ കബന്നം മറുഭാഗത്തേക്ക് മലന്നു വീണപ്പോ ആ മലന്നു വീണ മനുഷ്യന്റെ കയ്യിലേക്ക് വലത്തെ കാലുകൊണ്ട് ചവിട്ടി ഇടത്തെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ടവന്റെ കൈപ്പത്തിയിൽ കുത്തി ആ കൈ മുകളിലോട്ട് വലിച്ചെടുത്ത കയ്യെ കത്തിയിൽ കുത്തിയിട്ട് വാളിന്റെ തലപ്പത്ത് കുത്തിയിട്ട് പൊക്കിയെടുത്ത ആ കയ്യിൽ ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് ആ മനുഷ്യന്റെ ശിരസറ്റ കബന്ധം ചോരയിൽ കുളിച്ചു കിടക്കുന്ന കച്ചവടക്കാരന്റെ വലത്തെ കയ്യിലെ തള്ളവരൽ തന്റെ വാള് കൊണ്ട് വെട്ടിയെടുത്ത് ആ വെട്ടിയെടുത്ത തള്ളവരൽ തന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ ഒരു മുള്ളുകൊണ്ട് കോർത്ത് കഴുത്തിൽ മാലയിൽ കെട്ടിത്തൂക്കിയിട്ടു. ആ നിരപരാധിയായ മനുഷ്യന്റെ കൈവിരലിലൂടെ ഒലിച്ചിറങ്ങുന്ന ചുടുരക്തം ഉമറിന്റെ നെഞ്ചകത്തിലൂടെ ഒലിച്ചിറങ്ങുമ്പോ ഭയചകിതരായിരുന്ന ആ കമ്പോളത്തിലെ അടുത്ത കച്ചവടക്കാരന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഉമറിന്റെ വാളിന്റെ തലപ്പിലൂടെ ആ മനുഷ്യന്റെ രക്തം ഇറ്റിട്ട് വീഴുന്നുണ്ട്, എടുക്കടാ 20 ദിർഹം. ആ മനുഷ്യൻ പേടിച്ചരണ്ട് തന്നെ മടിശീലയിൽ നിന്ന് ദിർഹം എടുത്ത് ഉമറിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ അവിടെ നിൽക്കുന്ന മുഴുവൻ കച്ചവടക്കാരുടെ നേരെ നോക്കിയിട്ട് വാളു ചുരട്ടിയ ഉമർ, ഈ ഉമറിന് ഇപ്പോൾ 20 ദിർഹം തന്നില്ലെങ്കിൽ എന്റെ മാലയുടെ മുള്ളിൽ കോർത്ത് കിടക്കുന്നത് അടുത്തത് നിന്റെ തള്ളവരലാകുമെന്ന് പറയാതെ പറഞ്ഞ ഖത്താബിന്റെ മകൻ ഉമർ, മനസ്സിലെ അറിവില്ലാത്ത ഉമർ, വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം കരുണ എന്തെന്ന് വികാരം അറിഞ്ഞില്ലാത്ത ഖത്താബിന്റെ മകൻ ഉമർ, ഈ ഉമറാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്ത് വെട്ടാൻ പോകവേ ആ പോകുന്ന വഴിയിലാണ് സഹോദരി ഫാത്തിമയുടെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ ത്വാഹ. അതേവരെ അറബി ഭാഷയിൽ താൻ സംസാരിച്ചു കൊണ്ടിരുന്ന 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് സഹോദരി ഫാത്തിമയുടെ നാവിലൂടെ ഒരു ശബ്ദം വരുമ്പോ ഉമർ ചിന്തിച്ചു, പത്ര ഇത് എന്തോ ഒരു സുന്ദരമാണ് ഇത് കേൾക്കാൻ. കാട്ടാളന്റെ കാലിൽ ചങ്ങല കെട്ടിട്ടതുപോലെ പിടിച്ചു നൽകിയപ്പോ അർത്ഥമറിയാൻ കഴിയാത്ത 2 അക്ഷരങ്ങളാ ചെവിയിലൂടെ അടിച്ചിറങ്ങിയപ്പോ ഉമറിന് ധാരാളം പേര് ഉപദേശിച്ചിട്ടുണ്ട്, ധാരാളം പേര് ഉമറിനോട് നല്ല വർത്തമാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വാക്ക് പോലും ചെവിയിലൂടെ അകത്തോട്ട് കയറാത്ത കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാക്കുകൾ ഇറങ്ങിയപ്പോ അത് അർത്ഥമറിഞ്ഞിട്ടായിരുന്നില്ലല്ലോ സഹോദരാ. അർത്ഥമറിയാത്ത 2 അക്ഷര
അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോ അത് കേട്ട ഉമർ റളിയല്ലാഹു തആല നിശ്ചലനായി നിൽക്കവേ എവിടെ നിന്നാണ് ഈ വാക്ക് വരുന്നത്? ഇതാരുടെ വാക്കാണത്? അപ്പോഴാണ് പിന്നെ കേൾക്കുന്നത് ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമി സ്വലാത്ത ലിദിക്രി. ഉമറേ 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 ഞാൻ ആരെന്നറിയുമോ? ത്വാഹ ഞാൻ ആരെന്നറിയുമോ? ഉമറേ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഉമറേ ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത് നീ പരാജയപ്പെട്ടു പോകാതിരിക്കാനാണ്, നീ ജീവിതത്തിൽ തോൽക്കാതിരിക്കാനാണ് ഉമറേ, നീ പരാജയപ്പെട്ടു പോകാതിരിക്കാനാണ് ഉമറേ ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത്. അസുരനായ കാട്ടാളനായ ഉമറിന് തോന്നി ഞാൻ പരാജയത്തിനാണല്ലോ, ഞാൻ വ്യഭിചാരത്തിലാണല്ലോ, ഞാൻ മദ്യപാനത്തിലാണല്ലോ, എല്ലാം നഷ്ടപ്പെട്ട ജീവിതമാണല്ലോ എന്റേത്. 6 അടി മണ്ണിലേക്ക് പോയാലും പിന്നെ എന്റെ അവസ്ഥ ഏതാ? സഹോദര 20 ദിർഹം ചോദിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞവന്റെ കൈവിരൽ വെട്ടിയെടുത്തിട്ട് കഴുത്തിന് മാലയായി കോത്തിട്ട ഉമറാണ്. ഈ ഒരൊറ്റ വാക്ക് കേട്ടപ്പോ പിന്നെ ഉമറാരായി മാറിയെന്നറിയുമോ? ചരിത്രം വിശദീകരിച്ചു പറയലെന്റെ യാതൊരുവിധ ലക്ഷ്യത്തിന് പെട്ടതല്ല. പാതിരാവിന്റെ നിശബ്ദതയിൽ കിടന്നു പോകുമ്പോ തന്റെ തലയുടെ മുകൾ ഭാഗത്ത് ഗോതമ്പ് മാവ് ചുവന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത ഗർഭിണികളായ അഭയാർത്ഥികൾ വരുമ്പോ പാതിരാത്രിയിൽ ഉറക്കമളച്ച് അവർക്ക് കൂട്ടുനിന്ന പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കാൻ പാതിരാത്രിയിൽ ഉറക്കമളത്ത് യാത്ര ചെയ്ത ഉമർ. പിന്നീട് ഉമറിന് രാത്രിയിൽ ഉറക്കമില്ലത്രേ. അപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞത്, ഉമറേ എന്തിനാണ് ഉമറേ, എന്തിനാണ് ഉമറേ ഇങ്ങനെ ഉറക്കമളക്കുന്നത്? എന്തിനാണ് ഉമറേ? എത്രയോ മാസങ്ങളായി നിങ്ങൾ ഉറങ്ങിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, രോഗികളെ പരിഹരിക്കാൻ എത്രയോ നാളുകളായി നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്നെങ്കിലും നിങ്ങൾ പോയി ഉറങ്ങണേ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് കൂട്ടുകാര് വന്ന് പറയവേ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്നെ ചതിക്കല്ല കൂട്ടുകാരെ, എന്നെ നിങ്ങൾ നരകത്തിലോട്ട് വലിച്ചെറിയുകയാണോ? ഉമറേ നിനക്ക് നരകമോ? ആ സമയത്താണ് നെഞ്ചിലടിച്ചിട്ട് ഉമർ പറഞ്ഞത്, എന്തിനാണ് പാതിരാത്രിയിൽ ഞാൻ ഈ ഗോതമ്പ് ചുമക്കുന്നതെന്നറിയുമോ? പാവപ്പെട്ട രോഗികളുടെ മലവും മൂത്രവും കഴുകുന്നത് എന്തിനെന്നറിയുമോ? ഉമറിന്റെ ഭൂതകാലത്തിന്റെ രാത്രികൾ നല്ലതായിരുന്നില്ല. എനിക്ക് മദ്യപിക്കാത്ത രാത്രി ഉണ്ടായിരുന്നില്ല, എനിക്ക് വ്യഭിചരിക്കാത്ത രാത്രി ഉണ്ടായിരുന്നില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് വന്ന് മുസ്ലിം ആകുന്നത് വരെ ഉമർ വ്യഭിചരിക്കാത്ത രാത്രിയില്ല, ഉമർ മദ്യപിക്കാത്ത രാത്രിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലകളിൽ ചെയ്തു പോയ രാത്രികളുടെ തെറ്റുകൾക്ക് പകരം ചെയ്യാനാണ് ഞാൻ ഈ രാത്രികളിലെ നന്മകൾ ചെയ്യുന്നതെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു അവസാനം മദീനത്തെ പള്ളിയിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖുത്ബ ഓതുമ്പോ ആ ഖുത്ബയിൽ വെച്ചിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി റസൂലിക. അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് മരിക്കുന്ന സമയം ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ കിടന്ന് ഷഹീദായി മരിക്കണം റബ്ബേ. ഉമറിന്റെ അവസാനത്തെ ആഗ്രഹം ഇതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ശുഭിത യൗവനത്തോട് ആരൊക്കെയോ പറയുന്നത് കേട്ട് അന്ധകാരത്തിന്റെ വിളനിലങ്ങളിലൂടെ നടന്നുപോയ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിലൂടെ നടന്നുപോയ അന്ധവിശ്വാസങ്ങളെയും അശ്ലീലങ്ങളെയും അനാചാരങ്ങളെയും ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ച എന്നെ ആരും ഉപദേശിക്കണ്ടടാ എന്ന് പറഞ്ഞ ക്ഷുഭിത യൗവനമേ, ഈ കാട്ടാളനായ ഉമറിന് മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹം ഏതെന്നറിയോ? എനിക്കെന്റെ ഹബീബായ മുത്തിന്റെ മദീനയിൽ കിടന്ന് മരിക്കണം. ഏത് മുത്തെന്നറിയുമോ? കഹ്ഫുൽ വറാ
ശംസുല്ലുഹാ ബദറുദ്ദുജാ. ആരുടെ കഴുത്ത് വെട്ടാൻ കത്തിയുമെടുത്തിട്ട് പോകുമ്പോഴാണോ ഞാൻ ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടത്, ആരുടെ കഴുത്ത് വെട്ടാനാണോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചത്, അതേ നേതാവിന്റെ ചാരത്ത് കിടന്ന് എനിക്ക് മരിക്കണം. സഹാബത്തിനോട് ദുആ ചെയ്യുമ്പോ സഹാബത്ത് ആമീൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല മിമ്പറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അത്രേ, സഹാബാ അമ്മിനൂ റഹ്മക്കുമുല്ലാഹ്, നിങ്ങളൊന്ന് ആമീൻ പറയണേ. ഇത് ഉമറിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? നിങ്ങളൊന്ന് ആമീൻ പറയാത്തതെന്താ? ഉമറെ, എങ്ങനെയാണ് ആമീൻ പറയുന്നത്? നിന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഉമറെ. യുദ്ധം ചെയ്താലല്ലേ ഷഹീദാവാൻ പറ്റൂ. മദീനയിലെ യുദ്ധം പാടില്ലല്ലോ ഉമറെ. പിന്നെങ്ങനെയാ മദീനയിൽ നീ ഷഹീദാവുക? മദീനയിൽ വെച്ച് പിതാവിന്റെ കൊലപാതകയെ കണ്ടാൽ പോലും യുദ്ധം ചെയ്യരുതെന്നല്ലേ? മദീന എത്രയേറെ പവിത്രമല്ലേ? പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു നിരാശനായില്ല. സഹോദരാ, എപ്പോഴും ദുആ ചെയ്തു, റബ്ബേ എനിക്ക് എന്റെ ഹബീബായ മുത്തിന്റെ മദീനയിൽ രക്തസാക്ഷിയായിട്ട് മരിക്കണം. അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ അതിന് തലേ ദിവസം ചന്തയിലൂടെ മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ചന്തയിലൂടെ നടക്കുമ്പോ അബൂ ലുലുഅ എന്ന മജൂസിയെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂടെ നടക്കാണ്. ചോദിച്ചു, അബൂ ലുലുഅ, നീ ഒരു ആസുകല്ല് ഉണ്ടാക്കി എന്ന് പറയുന്നത് കേട്ടല്ലോ. അബൂ ലുലുഅ പറഞ്ഞു അത്രേ, അതെ, ഞാനൊരു ആസുകല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രസിദ്ധി നാളെ ലോകം മുഴുവനും വ്യാപിക്കും ഉമറേ. ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പള്ളിയിലെ സുബഹി നമസ്കാരത്തിന് പോകുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുകയാണ്. ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയായി. രണ്ടാമത്തെ റക്അത്തിലോട്ട് കിടക്കുമ്പോഴാണ് അബൂ ലുലുഅ പാഞ്ഞെടുക്കുന്നത്. ഇരട്ട തലയുള്ള ഇരട്ട മൂർച്ചയുള്ള രണ്ട് ഭാഗത്ത് ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് ആദ്യം വയനെഞ്ചിലേക്ക് ആഞ്ഞുകുത്തി. ഉമർ റളിയല്ലാഹു തആലവിന്റെ പൊക്കിളിന്റെ മുകൾ ഭാഗത്തേക്ക് ആഞ്ഞുകുത്തി. ആ കുത്തിയ ഭാഗത്തിലൂടെ കുടൽ മാലകളെ കീറി മുറിച്ച് കത്തിയുടെ ഒരു ഭാഗം അകത്തേക്ക് കയറി. ഉമർ റളിയല്ലാഹു അൻഹു ഓ എന്ന് നിലവിളിച്ചപ്പോൾ അബൂ ലുലുഅക്ക് പരിഭ്രാന്തിയായി. ഉമർ മരിച്ചില്ലെങ്കിലോ? ആയോധനാ വിദഗ്ധനും അധികായനുമായ ഉമറാണ്. ആ കത്തി അതേപടി വലിച്ചോരി മറുഭാഗം കൊണ്ട് തൊണ്ടക്കുടിയിലേക്ക് കുത്തി ഇറക്കിയപ്പോ ഉമർ റളിയല്ലാഹു തആല കുടൽമാല വെളിയിലേക്ക് ചെറുതെറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി താഴോട്ട് വീഴുന്നു. സഹാബത്തിലെ അബൂ തൽഹ റളിയല്ലാഹു തആല ഇമാമ നിൽക്കുന്നു. മറുഭാഗത്ത് ലോകത്തിന്റെ ഖലീഫ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. സുബഹി നമസ്കാരം പൂർത്തിയാക്കിയിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സെടുത്തിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന പൊന്നുമോന് സഫിലുണ്ട്. ഉപ്പാന്റെ ശരീരമെടുത്ത് മടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ബോധം തെളിഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, മോനെ അബ്ദുല്ലാ, എന്തേ ഉപ്പാ സുബഹിന്റെ സമയം കഴിയാറായോ അബ്ദുല്ലാ? ഇല്ല ഉപ്പാ എന്ന് പറയവേ ഇടത്തെ കൈ കൊണ്ട് കുട്ടൽമാല ചേർത്ത് പിടിച്ച് വലത്തെ കൈ കുട്ടി എഴുന്നേക്കാൻ ശ്രമിക്കവേ, എന്തേ ഉപ്പാ? എന്റെ സുബഹിയുടെ ഒന്നാമത്തെ റക്അത്ത് ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ, രണ്ടാമത്തെ റക്അത്ത് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല മോനെ. ഞാൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സുബഹി കളാക്കിയിട്ട് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാ നിൽക്കുക? മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാനൊരു സുബഹി കളാക്കിയിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുക? ഉമറിന്റെ ശരീരത്തിന് ജീവനുണ്ടെന്നിരിക്കെ എന്റെ റബ്ബിനോട് ഞാൻ എന്ത് സമാധാനമാണ് പറയുക മോനെ അബ്ദുല്ലാ? ആരാ പറയുന്നത് സഹോദരാ? 20 ദിർഹം കൊടുക്കാത്തതിന്റെ പേരില് ഒരുത്തന്റെ കഴുത്ത് വെട്ടിക്കിട്ട് തള്ളവരൽ മുറിച്ചെടുത്ത് മാല കോത്തിട്ട കാട്ടാളനാണ് പറയുന്നത്, എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ പേടിയാ. ഖുർആനിൽ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തെ പോതിയാലും ഉമർ റളിയല്ലാഹു തആല ബോധരഹിതനായി താഴെ വീഴും. സഹോദരാ, ലോക ചരിത്രത്തിന്റെ കാട്ടാള ചരിത്രത്തിൽ നിന്ന് ലോക ചരിത്രത്തെ വ്യക്തിത്വ
വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് മാറ്റം കൊടുത്ത ശക്തി ഏതാ? ആ ശക്തിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏത് ഹൃദയത്തിന്റെ ഇരുട്ടിലേക്ക് തുളച്ചു കയറുന്ന വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഖുർആന്റെ വെളിച്ചം ഉമറിന്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുത്ത ഖുർആൻ ഏതായാലും നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം തരും, ഉറപ്പാണ്. കാരണം നമ്മൾ ഉമറിന്റെ അത്രയും തെറ്റ് ചെയ്തിട്ടില്ല റളിയല്ലാഹു അൻഹു. ഉണ്ടോ? അത്രയ്ക്ക് ക്രൂരന്മാരാണോ നമ്മളല്ലല്ലോ. അപ്പൊ ഏതായാലും ഈ ഖുർആന്റെ അടുക്കലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം തരും, ഉറപ്പാണ്. അള്ളാഹു നമുക്ക് ഖുർആനിലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ആ ഖുർആനിലേക്ക് അള്ളാഹു നടക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. ഇന്നിപ്പോ ഒരു ജുസ് ഇന്നത്തെ ദിവസം ഖുർആൻ ഓതി ആരൊക്കെ ഉണ്ടെന്ന് കൈവക്കാൻ പറഞ്ഞ ഒരു ജുസ് ഇന്ന് ഖുർആൻ ഓതിയവർ കൈവക്കാൻ പൊക്കണ്ട, ഉള്ള ചീത്ത പേര് കളയണ്ട. അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് നമുക്ക് എല്ലാമായിട്ടും ബന്ധമുണ്ട്. ഖുർആനുമായിട്ട് എന്താ ബന്ധം എന്ന് പറയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ എന്തിയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങളുടെ വീട്ടിലെ ഖുർആൻ ആരും എടുക്കാതെ പൊടി പറ്റാതെ ഒരു തുണിയുടെ സഞ്ചിയുടെ കവറ് തയ്ച്ച് ആ കവറിന്റെ അറ്റത്തൊരു വള്ളി കെട്ടി നന്നായിട്ട് കെട്ടി ഭദ്രമാക്കി അലമാരിയുടെ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട്. അല്ലേ അല്ലേ? ഒന്ന് രണ്ട് പേരൊക്കെ പറയാം, ഒന്ന് രണ്ട് പേരൊക്കെ നാദിറക്കൽ മഅ്ദൂം അങ്ങനെ അല്ലേ? എന്താ നിങ്ങൾ അവനാനെ കുറിച്ച് ചോദിച്ചോ ഉണ്ടായിരിക്കണേ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലെ ഖുർആന്റെ അവസ്ഥ? ഖുർആൻ തൊടാതിരിക്കാനുള്ളത്, ഈ ഖുർആൻ ഓതാനുള്ളത്. എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോണത് കൊണ്ടല്ലോ വകുത് കഴിയുമ്പോൾ ആർക്കെങ്കിലും ഈ ഖുർആൻ ഒന്ന് പഠിക്കണമെന്ന് തോന്നുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.